അഭ്യസ്തവിദ്യരെന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മൾ മലയാളികൾ പലപ്പോഴും വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത ഒരു വിഭാഗമാണ് ബംഗാളികളെന്ന് പൊതുവെ വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ. അതിന് നമുക്ക് പല കാരണങ്ങളുണ്ട്. കുറ്റകൃത്യങ്ങൾ, ലഹരി ഉപയോഗം, ഇതൊക്കെ അതിൽ ചിലതാണ്. എന്നാൽ അങ്ങനെ അവരെ എല്ലാവരെയും ജനറലൈസ് ചെയ്യാൻ നമുക്ക് അധികാരമുണ്ടോ? ജീവിക്കുവാനുള്ള വഴി തിരഞ്ഞ് കൈമെയ് മറന്ന് അധ്വാനിക്കുവാനുള്ള മനസ്സുമായി പ്രിയപ്പെട്ടവരെ പിരിഞ്ഞ് കേരളത്തിലെത്തിച്ചേരുന്നവരിൽ പലരും കാലക്രമേണ പങ്കാളിയെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പതിയെ ഒരു കുടുംബം വാർത്തെടുക്കുന്നു. അതിൽ തന്നെ പലരും തങ്ങളുടെ മക്കളെ അവരുടെ വഴിയെ തിരിച്ചുവിടാതെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നു. ഓരോ SSLC, +2 റിസൾട്ട് വരുമ്പോഴും ഇങ്ങനെ വരുന്ന മക്കളുടെ വിജയങ്ങൾ മാധ്യമങ്ങൾ ആഘോഷമാക്കാറുണ്ട്. ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടത് അവരുടെ മാതാപിതാക്കളല്ലേ? എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ മറ്റെല്ലാ തടസ്സങ്ങളും മങ്ങിപ്പോകുന്നു. ഈ ഗ്ലോബൽ ഡേ ഓഫ് പാരൻസിൽ നമുക്കും ആഘോഷിക്കാം അവരുടെ വിജയങ്ങൾ. ഈ വർഷവും അവരിൽ നിന്ന് വിജയഭേരിയുടെ 2 കഥകൾ പറയാനുണ്ട്. ഈരാറ്റുപേട്ടയിലെ ഹയത്തുദ്ദീൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ ബീഹാർ സ്വദേശിയായ ഷാഹിർ ഹുസൈൻ. എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങി കഴിവ് തെളിയിച്ചിരിക്കുന്നു ഈ മിടുക്കൻ. ആലുവയിലെ ബിനാനിപുരം സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഉത്തർപ്രദേശ് സ്വദേശി സുസ്മിത രാജാണ് അടുത്ത താരം. 10ാം ക്ലാസ് ഫലം വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+ ആണ് സുസ്മിതയ്ക്കും. 24 വർഷം മുൻപ് കേരളത്തിലെത്തിയതാണ് ചുമട്ടുതൊഴിലാളിയായ പിതാവ്. ഇന്നും ഒറ്റമുറി വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഈ മിടുക്കി ഈ വിജയം കൈവരിച്ചത്. ഇങ്ങനെ നാം അറിയാത്ത നിരവധി പേർ. ചെറിയ കാര്യങ്ങളിൽ അനിഷ്ടം കാണിക്കുന്ന നമ്മൾ മാതൃകയാക്കേണ്ട ജീവിതങ്ങളാണ് ഇതെല്ലാം. തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെ ശ്രമങ്ങളെ അന്വർത്ഥമാക്കുന്നത് ഈ വിജയമാണ്. പാരൻസ് ഡേയിൽ അവർ അവരുടെ മാതാപിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത്. ഒപ്പം മാറണം നമ്മുടെ ചിന്താഗതിയും.